അടിതെറ്റിയാൽ പിടിവിടല്ലേ സൂക്ഷിക്കണേ. അത് കച്ചത്തിലെട്ട് പേടിക്കണ്ട, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. അവിടുന്ന് വന്നട കുറെ കാലായി മനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതായിട്ട്. അതിന് ഞങ്ങളൊരു ചേട്ടന്റെ ഉറക്കം കെടുത്തില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ ആരെ ഉണർത്താതല്ലേ ഞങ്ങളെ തൊഴിൽ ചെയ്യണം. കൈ കിട്ടുന്നതൊക്കെ മോഷ്ടിച്ചിട്ട് തമാശ. നമ്മൾ ഇവരെ അടിക്കാൻ നിന്നാലേ നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. സ്നേഹമുള്ളവരാ നമുക്ക് തിരിച്ചടിക്കാം. നേരെ ചൊവ്വ മനുഷ്യന്മാരെ മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാ ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടി. വേറെ തൊഴിൽ അറിയാൻ മേലാത്തോട്ടല്ല ഞങ്ങൾ മോഷ്ടിക്കുന്നത്. എന്റെ ടേപ്പ് റെക്കോർഡിംഗ് എടുക്ക്. വേറെ പണി കിട്ടിയാലും നീ മോഷ്ടിക്കുമല്ല. പോലീസിനെ വിളിക്കും. ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ വീല് ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാൽ ഞാൻ അത്രയും വഴി നമുക്ക് കുറഞ്ഞില്ലേ സാറേ. 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല.
റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും ഇവന്മാരുടെ കുഞ്ചിക്കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ അങ്ങോട്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക്. എവിടെ കള്ളന്മാർ? കാക്കിയിട്ടോണ്ടാണോ അവിടെ കക്കുന്നേ? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതറിട്ടോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി. തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടുപോകാൻ കുപ്രസിദ്ധരായ 2 അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? അവിടെ ഫോട്ടോ നടക്കണോ? സാറിന്റെ ടേപ്പ് റെക്കോർഡർ അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. ഈ അയ്യോ അല്ല, ഒരു പ്രമോഷൻ. ടയറോ അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളേത് കോപ്പിലെ പോലീസാ? ജീപ്പ് നിർത്തടോ. ആ തടിമണ്ണെ കൂടി ഇതിനകത്തേറ്റം പോകണം. അതൊക്കെ പറയടോ. റിട്ടയർഡ് IT ശാന്തസുന്ദരൻ സാറാ അത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? 2 പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. നിർത്തടോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ, വെരി ഗുഡ്. ഇനി രുദ്രംപിള്ളക്ക് പ്രമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാൻ സാർ. പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേന്ന. വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രമോഷൻ തടഞ്ഞ ആനയായത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ വരും. പോകാം. ഇതോടെ ഇരിക്കുന്നേ. വെറുതെ അല്ലോടെ തനിക്ക് പ്രമോഷൻ കിട്ടാതെ. വണ്ടി ഹോസ്പിറ്റലിലേക്കാ? അല്ല, നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. ആരാടി രാവിലെ തന്നെ വച്ച് കയറുന്നേ? അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും. ഓ, മറ്റുള്ളവരുടെ ശാന്ത നഷ്ടപ്പെടുത്തി ഇയാൾക്ക് ആരാടി ശാന്തസുന്ദരൻ പിള്ളാന്ന് പേരിട്ടേ? ഒന്ന് പതുക്കെ പറ. നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അമ്മോ, എന്നോട് വേണോട് ഈ കടുങ്കയ്യ്? അതിന് ഞാനൊരു രോഗം അടിച്ച് എന്നോട് 2 ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി. ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രയ്ക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യമായി ഞങ്ങളുടെ തമാശക്കാരാ. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരാച്ചാരായിരുന്നു. ഓടിക്കോ. എണ്ണ നന്നായി ചൂടാവട്ടെ. കോഴിയെ മുക്കിപ്പൊരിക്കാനുള്ളതാ. മുക്കിപ്പിടിക്കാൻ കോഴിയെ വേണ്ടടി. അയ്യോ, മസാല വേണ്ടി വറുത്തെടുത്ത് തിന്നോ. ആ പരുവത്തിന് വരഞ്ഞു വെച്ചിട്ടുണ്ടാവുമാര്. ചേട്ടൻ എന്ത് പറ്റി? കുറുപ്പ് ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാരിൽ ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. അയ്യോ എന്റെ അമ്മോ, അയ്യോ എന്നെ ഞെക്കിക്കൊള്ളുന്നേ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ലെന്ന്. എപ്പോഴെന്തായി? ആ പഞ്ചാരക്കാരൻ ഇന്നും ഉണ്ടല്ലോ പുറകെ. ആ പീറ്റർ ജോൺസണോട് പറഞ്ഞാൽ ഈ കിളവന്റെ ഷേപ്പ് മാറ്റും. ഇതിന് പീറ്റർ ജോൺസും വാട്ടർ സ്പോട്ടും ഒന്നും വേണ്ട, നമ്മൾ തന്നെ മതിവാ. ഹായ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ കുറെ ദിവസമായാലും ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. എന്താണാവോ ഉദ്ദേശം? ഞാൻ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റ് എന്നതിലുപരി ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എന്നിട്ട് വല്ല പക്ഷികളും കണ്ടോ? എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലൊളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ വിന്റർ ട്രീസിൽ നിറയെ പക്ഷികളാ. ഈ ദേശാടന കിളികളെ. ഈ വിമൻസ് കോളേജിന്റെ കോമ്പൗണ്ടിൽ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് പ്രവേശനമില്ലല്ലോ. അങ്കിളുവാ, ഞങ്ങളെ കൊണ്ടുപോകാം.
നിൽക്കു മകൾ. എന്താ കുട്ടാ ഇതൊക്കെ? ഞാനെന്താ നാൽക്കാലിയോ മറ്റോ ആണോ? നേരെ വെളുക്കുന്നതിന് മുമ്പ് ഈ പച്ചിലൊക്കെ കടിച്ചു തിന്നാനും പാവയ്ക്കാ നീര് കുടിക്കാനും? അത് നമ്മുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞിട്ടല്ലേ മുത്തശ്ശ? ആ റാസ്കൽ എങ്ങനെ പലതും പറയും. അവൻ ഫാമിലി ഡോക്ടറല്ല, ഫാമിലി കില്ലറാ. റിട്ടയർഡ് ജഡ്ജായ ഡാഡി ഇന്ന് തുടങ്ങിയാലോ? റിട്ടയർഡ് ജഡ്ജിമാര് വൈക്കോലും കാടിവെള്ളവും മാത്രമേ കഴിക്കാവൂന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഡയറ്റ് കൺട്രോളിന്റെ കാര്യത്തിൽ എന്റെ ഡാഡി കണ്ട് പഠിക്കേണ്ടിരുന്നു. ഓ ചുമ്മാ അല്ല അങ്ങനെ 48ാമത്തെ വയസ്സിൽ തട്ടിപ്പോയത്. മരിച്ചുപോയത് ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്തൊരു കഷ്ടമായത്. ഡാഡിക്കൊന്നും മിണ്ടായിരുന്നൂടെ ഈ വയസ്സുകാലത്ത്? ആ ഇനി ഞാനായിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കുന്നില്ല. പച്ചളയെങ്കിൽ പച്ചല. വേണ്ടാന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നോക്കിയാ മരിഞ്ഞു. ഹരിയാഭാഗത്ത് നീട്ടി വെച്ചിരിക്കുകയല്ലേ ഞാൻ. നീ ഒരൊറ്റ കാരണമാ ഈ എന്റെ അങ്ങേര് നാട് വിട്ടു പോയത്. നാട് വിട്ടു പോയെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടാ. എടി എന്റെ പ്രസവരക്ഷയ്ക്ക് കൊണ്ടുവന്നല്ലോ നിന്നെ. എന്നിട്ട് നിന്റെ പ്രസവം കൂടി എടുക്കേണ്ടി വന്നില്ലോ എനിക്ക്. ഞാൻ ഗർഭിണിയായെങ്കിലേ അത് ചേച്ചിയുടെ കഴിവുകേട് കൊണ്ടാ. സുന്ദരേശൻ ചേട്ടൻ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എന്നെ കണ്ടിട്ടാ കല്യാണത്തിന് സമ്മതിച്ചത്, അല്ലാതെ നിന്റെ മരമാണ്ട കണ്ടിട്ടല്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു മോന്ത അല്ലയോ? ഓടിപ്പെട്ടവളെ നീ ഇവിടെ വേണ്ടവന് വിളിച്ചോ കൊച്ചുപിള്ളേർ ചീത്തയാക്കരുത്. ഇത് കേട്ടിട്ട് വേണം അവര് ചീത്തയാവാൻ. എവിടെ വഴിക്ക് കിടന്ന തായ്വയില്ലയോ? 10 ഗുണം 10 ഗുണം. അപ്പൊ അവിടെ കിടക്കുന്ന 6 വിത്ത് ഏതാടി? പാവം സുന്ദരേശൻ ചേട്ടനെ വഞ്ചിച്ച് കണ്ടവന്റെ കൂടെ എന്നെ കൊണ്ടൊന്ന് മരപ്പിക്കരുത്. നിന്റെ അമ്മയ്ക്കാടി. അമ്മയ്ക്കോ? അടിയടക്കുക അവിടെ. അടിക്കട്ടെ അടിക്കട്ടെ. അവർ തള്ളക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സ്വന്തം തള്ളക്കാണ് വിളിച്ചത്. രണ്ട് തലയാണോ? ഒരു തലയുള്ളൂ. കൂടെ വരുന്ന പോലെയാണോ അമേരിക്കന് കേരളത്തിലേക്ക് വരുന്നത്? എനിക്ക് വരാനൊക്കില്ല. 7 കൊല്ലായി എനിക്കൊരു കുഞ്ഞു പറഞ്ഞത്. ഈ തവണയെങ്കിലും കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞതല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവൂടാ. വളർന്ന് വലിയവരായിപ്പോ ആർക്കും എന്നെ വേണ്ട. ആര് പറഞ്ഞു വേണ്ടാന്ന്? മമ്മിയുടെ ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലേക്ക് ഈ മാസം പണം അയച്ചിട്ടുണ്ട്. ഞാൻ പെറ്റതേ നിന്നെയാണ്, പണത്തിനല്ല. നേരത്തെ പോയതുകൊണ്ട് ഇതൊന്നും കാണണ്ടല്ലോ. നിങ്ങൾ ഭാഗ്യവാൻ. എനിക്കെല്ലാം മറക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രൻപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രൻപിള്ളയ്ക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ജീപ്പി കയറ. നീ മുൻ സീറ്റ് ഇരി. ഓ അപ്പൊ ഞാനോ? നീയും കയറ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങാൻ? എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. അതിനെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ.
നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടേണ്ട അഹംഭാവമാ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ലെങ്കിണ്ടല്ല വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ആ ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തോ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറേറ്റിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റലിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടിൽ കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്ത് ഇങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോകും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രമോഷൻ പോകും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന് വിട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറെ സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കറോ? ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് നോക്ക്. നമുക്കൊന്ന് തള്ളി നോക്കാം. കൊല്ലേ സാറോടെ ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനേക്കാ സാറ് തള്ളു. അതാ സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ഈ തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ. ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നാണമില്ലല്ലോ തനിക്കൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ. ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി സർ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓരോ ഫൂളിഷ്നസ് കാണിച്ചു കൊണ്ട് നിൽക്കും. 36 കൊല്ലമായോട് താൻ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എബിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ, ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ 2 തണ്ടുകളെയും തൊണ്ടി സഹിതം ഈ രുദ്രമ്പിള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു ബറ്റാലിയൻ പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് തനിക്ക് തീർച്ചയായി തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രമോഷൻ? തന്റെ പ്രമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷനാകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് സാറിന്റെ പാല വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാജയക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. ഐ സേ ഗെറ്റ് ഔട്ട്. അല്ല ഇംഗ്ലീഷ്. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നെ നോക്ക്, ഒരിത്തരും നിന്തിരിക്കാനില്ല. ഇഷ്ടത്തിന് കല്ല് കുടിക്കാ, പെണ്ണ് കുടിക്കാ, തോന്നിയതൊക്കെ ചെയ്യാം. ഇതാ കുടിക്ക. വേണ്ട, മദ്യപിച്ച് വീട്ടിൽ ചെന്ന ആകെ പ്രശ്നമാവും. വീട്ടുകാരെ പഠിക്കാൻ ഇരിക്കട്ടോ. ആമാ, ഇത്തവണ നമുക്ക് വൃദ്ധസമാജത്തിന്റെ മീറ്റിംഗ് കൂടണ്ടേ? അതിനെന്താ, ഇവിടെ വെച്ച് തന്നെ ആകാമല്ലോ. അത് വേണ്ട, കഴിഞ്ഞവണ് വെള്ളം അടിച്ച് ആകെപ്പാടെയാണ് നിങ്ങളുടെ ഭാര്യയുടെ ചീത്ത ഞാനാ. അപ്പൊ ഒന്ന് ശരിയെന്ന ഏതെങ്കിലും ഹോട്ടലിലാക്കിയാലോ? പക്ഷെ ഒരു കാര്യം, വെജിറ്റേറിയൻ കിട്ടുന്ന ഹോട്ടലായിരിക്കണം. അത് വേണ്ട വേണ്ട വേണ്ട, വീട്ടുകാരുടെ സംശയം കൂടുകയുള്ളൂ. എങ്കിൽ ഞാനൊരു വഴി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ? അതാണ് നല്ലത്. ആ, അവിടെ ആവുമ്പോ ജഡ്ജി സാറിന് വീട്ടുകാരെ പഠിക്കാണ്ട് കണ്ണു കുടിക്കാനോ? പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടലയ്ക്ക് ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടേ. നമുക്ക് ഒളിവിൽ കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? 2.5 മണിക്കൂർ ബാംഗ്ലൂർ മെയിലുണ്ട്. തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ.
ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ വാ കീറിട്ടുണ്ടെങ്കിൽ ദൈവം നേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണര ആവാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല, ഇതിന്റെ അപ്പൂപ്പൻ പണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. സാധു എന്നിടം പാതാളെന്ന് പറഞ്ഞു കേട്ടേക്കണം. എടുത്തു ഇടിച്ചോ ഓടിക്കോ. അടിക്കോ വരൂ ശരി വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കും. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവര് എന്തിനുള്ള പുറപ്പാടാ? വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാര് കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം. എന്നാ എന്നോട് കളിച്ചാ ഇങ്ങനെ ഒന്നും അടിയെന്ന് തോന്നണേ. മേജറേ, മേജറേ, എടോ മേജറേ. എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ? കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കുക. കോള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ്ങ് കേറുക. എടോ ഞാൻ ഇത് കണ്ടോ? ഇതിൽ പല ഒരു ഗുഡ് ന്യൂസ് എന്തുണ്ടോ നോക്കേ. ലവ് ലാൻഡ് 60 റോസാപ്പൂക്കൾ വിരിയുന്നു. താൻ മുഴുവൻ വായിക്കണോ? അസ്തമയത്തിനു മുൻപൊരു പൂക്കാലം. വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സു മടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. 30 days with us. ഊട്ടിയിലെ GK ഗ്രൂപ്പുകാരുടെ പരസ്യമാ. നമുക്ക് റിട്ടയർമെന്റ് എന്നാ അടിച്ചു പൊളിക്കാൻ. ഇനി എന്താ ഉണ്ട്? അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ ചോദിക്കുന്ന എന്ത് കൊടുക്കാനോ? എങ്ങനെങ്കിലും നമുക്കിതിന് പോണം. ഒരു മാസമെങ്കിൽ ഒരു മാസം ഈ വീട്ടുകാരങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടാമല്ലോ. സംഗതി എനിക്കും താല്പര്യമുള്ളത് തന്നെ. എങ്കിലും നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല. താൻ ഇന്ന് തന്നെ കാളനിയിലെ വൃദ്ധസമാജം വിളിച്ചു കൂട്ടണം. നമുക്ക് എല്ലാരെയും കൊണ്ടുപോവാ. കുറച്ചു ദിവസമായിട്ട് ഇടയ്ക്കിടെ ഇവന്മാര് മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഈശ്വര, ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ. വാർദ്ധക്യത്തിന്റെ പടിക്കെട്ടിൽ വേദനയുടെ തീക്കാറ്റേറ്റ് കഴിയുന്ന നമുക്ക് ഏവർക്കും എല്ലാം മറന്ന് ഉല്ലസിക്കാനായി കിട്ടുന്ന 30 ദിവസങ്ങളാണ് ലൗലാൻഡിലെ ഈ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഊട്ടിയിലെ വനാന്തര പ്രദേശത്താണ് ക്യാമ്പിന്റെ സ്ഥലം. സിറ്റിയിൽ നിന്നും ഏതാണ്ട് 30-ലേറെ കിലോമീറ്റർ ഉള്ളിലാണ്. ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ഓരോരുത്തരുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്നതാണ്. 60-ന് മേൽ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ അവകാശമുള്ളൂ. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. ദൈവമേ, നമ്മുടെ കഞ്ഞൂടി വെട്ടിക്കാനുള്ള പരിപാടി എന്നാ തോന്നണേ. പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ഈ സ്ത്രീകളെല്ലാവരും കൂടി വരണമെന്ന് ഒരപേക്ഷയുണ്ട്. എങ്കിലും ഒരു മൂട്ടുണ്ടാവും. ഫൽഗുണന്റെ ഈ പഞ്ചാരടി ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ്. ഇയാളാര്? അമേരിക്കൻ പ്രസിഡന്റാ? പതുക്കെ പറ. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ കേട്ട പ്രശ്നമാവും. ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. അല്ലേ മേജറെ? അതെ, ബയോഡാറ്റ സഹിതമാണ് അയക്കേണ്ടത്. സെലക്ഷൻ ആവുന്നവർക്ക് പ്രവേശനമുള്ളൂ. എന്നാൽ ഇവൾക്കത് കിട്ടാതെ പോട്ടെ. എന്നാൽ ഇവൾക്കും കിട്ടാതെ പോട്ടെ. എനിക്കൊന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ വച്ച് ഞാൻ തന്നെ മാന്തണോ? മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സൈലന്റ്. എല്ലാവരും കേൾക്കാൻ ഞാൻ പറയുന്നു. നമ്മൾ ലവ്ലാൻഡിൽ പോകാൻ തീരുമാനിക്കുന്നു. വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പെർമിഷൻ വാങ്ങുന്നു, നമ്മൾ പോകുന്നു. കേട്ടോടാ, നമ്മുടെ അന്നദാതാക്കൾ ഊട്ടിക്ക് പോകുന്നു. കഞ്ഞൂടി മുട്ടിയിടാ. കഞ്ഞുകൂടി മുട്ടാതിരിക്കാൻ നമ്മളും പാക്കപ്പ് ആകുന്നു. എങ്ങോട്ട്? ഊട്ടിക്ക്. വെൽക്കം അവർ ഗസ്റ്റ്. താങ്ക് യു. ഞാൻ മോഹൻ, ലവ്ലാൻഡിന്റെ മാനേജർ. ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ബാച്ചാണ്. അറിയാം. മറ്റു പലരും നേരത്തെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ 1 minute. മിസ് ഹേമ,
ഇത് മിസ് ഹേമ. ഹായ്. ഹലോ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ലവ് ലാൻഡ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻചാർജ്. ഫ്രണ്ട്സ്, നാഴികകൾ താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് 30 ദിവസങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയാനാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ക്യാമ്പിലെ ചില നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കേണ്ടതാണ്. സ്ത്രീകൾക്ക് മുകളിലത്തെ നിലയിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ്. അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല. ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്. രാത്രി 10 മണിക്ക് ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദൂരയാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ, മറ്റു കാര്യങ്ങൾ അപ്പപ്പോ അറിയിക്കാം. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാനേജറെ കണ്ട് അഡ്മിഷൻ ഫോം വെരിഫൈ ചെയ്യേണ്ടതാണ്. മിസ്റ്റർ കഞ്ഞിക്കുടിച്ചാക്കോ, ദ ഗ്രേറ്റ് പോയറ്റ് ഫ്രം തിരുവല്ല. യെസ്. താങ്ക് യു. മിസ്റ്റർ ജോസ് അരണി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഫ്രം പാല. യെസ്, കമ്മിങ്. താങ്ക് യു. താങ്ക് യു. മിസ്റ്റർ പാച്ചൂസ് പ്ലാന്റേഷൻസ് ഫ്രം തൃശൂർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, മലപ്പുറം. അത് നമ്മളാ. മിസ്റ്റർ തിരുമല തൊമിച്ചൻ, തിരുവനന്തപുരം. അത് ഞാനാ. പിന്നെ ഭരണകക്ഷി അംഗമെന്ന നിലയിൽ എനിക്ക് സ്പെഷ്യൽ VIP ട്രീറ്റ്മെന്റ് തരണം. പിന്നെ ഭരണകക്ഷിക്ക് കൊടുത്താൽ ഞങ്ങൾക്കും വേണം. ഞാൻ കണ്ടംകുളം കേശവൻ, പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ. ലോക്ക്, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന്. അതുകൊണ്ട് ഇത്ര സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടത്. പ്ലീസ്. ആ, ഈ ഫോംസ് എല്ലാം ചെക്ക് ചെയ്താണോ? യെസ് മാഡം. ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. യെസ്. What do you want? എന്താ ചിരിക്കാൻ വന്നാണോ? അല്ല, ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ? എന്താ നിങ്ങൾക്ക് കാർഡില്ല? ഇയാളുടെ കയ്യിൽ കാർഡില്ല. നിങ്ങൾക്കും കാർഡില്ലേ? എന്റെ കയ്യിൽ കാർഡില്ല, പക്ഷെ ഇയാളുടെ കയ്യിലും കാർഡില്ല. അപ്പോ രണ്ടുപേരുടെ കയ്യിലും ഇല്ല. ഇല്ല. എന്താ പേര്? ഞാൻ നായർ, KP നായർ. ഇത് ഡാനിയൽ. ഡാനിയൽ എം ഡിസൂസ ഫ്രം പരപ്പനങ്ങാടി. കാർഡില്ലാത്തവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങള് നാട്ടിൽ വളരെ ഫേമസാ. സംശയമുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതിയിലൊക്കെ വേണ്ടപ്പെട്ടവരാ ഞങ്ങൾ. അതുകൊണ്ടായില്ല. ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ. എനിക്കറിയാം. ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം. നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരാ ഇവര്. അതെ അതെ, ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ. ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ. ഇത്രയും ദൂരം വന്നതല്ലേ, ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം. പ്ലീസ്, ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ് ടേക്ക് ഇറ്റ് അപ്പ്. താങ്ക് യു മോളെ. ഗോഡ് ബ്ലസ്. നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല. വീണ്ടും കാണാട്ടോ. ഏതാടാ ആ സാധനം? മിസ് ഹേമയുടെ പ്രത്യേക താല്പര്യത്തിൽ മാനേജ്മെന്റിന്റെ പെർമിഷനോടുകൂടി മിസ് നായർക്കും മിസ് ഡാനിയലിനും അഡ്മിഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് റൂം ചാറ്റിംഗിലേക്ക് കടക്കാം. സ്ത്രീകളെല്ലാം മൂലലത്തെ നിലയിലേക്ക് പോകേണ്ടതാണ്. പ്ലീസ് ടേക്ക് ദം. നമ്മളല്ല ലേഡീസാ. റൂം നമ്പർ 125, മിസ്റ്റർ ശാന്തസുന്ദരം. മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പാച്ചു പ്ലാന്റേഷൻ. ഹലോ. ഹലോ. പ്ലീസ് കം. റൂം നമ്പർ 121, റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോദവർമ്മ. മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ KP നായർ. കോമ്പിനേഷൻ ജഡ്ജിയുടെ കൂടെ ഒരു കള്ളൻ. എനിക്ക് തലവെട്ടിൽ തുടങ്ങിയിട്ടാ. ഹലോ ഹലോ. കമാൺ പ്ലീസ് കം. കമാൺ. എന്നെ കൊല്ലം കൊണ്ടുപോകണം. എന്നെ കുറിച്ചൊന്നും പറഞ്ഞേക്കല്ലേ. റൂം നമ്പർ 127, മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ ഡാനിയലിനോടൊപ്പം മിസ്റ്റർ ഫൽഗുനൻ. എവിടെ എവിടെ? ദൈവമേ, അവനെ കൊല്ലാനാ കൊണ്ടുപോയത്. എന്നെ എന്തിനാണാവോ കൊണ്ടുപോണത്? മാർഗരറ്റ് പറയുന്നതിലും കാര്യമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മുറികളിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും ഒരേ മാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത? ഓ, ഒരു ഭാഗീരഥി തമ്പുരാട്ടി.
നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു. അതെ, തനിച്ച് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇവര് പ്രത്യേകം എഴുതിയിരുന്നു. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കുട്ടിയെ കൂടെ കൊണ്ടുവരാൻ എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ. ഇവര് കൊണ്ടുവന്നതുകൊണ്ട് ഞാനും കൊണ്ടുവന്നു. നീ മോടി, നീ മോടി. എന്റെ മുറി ഏതാ? വരൂ, കാണിച്ചു തരാം. ശാന്തസുന്ദരം, ശാന്തനായ സുന്ദരം, റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം കാലിക്കറ്റ്. അതെ, എന്നെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അറിയാം, പക്ഷെ എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പാച്ചൂസ് പ്ലാന്റേഷൻ ഫ്രം ടിച്ചൂർ. 3 വർഷം പ്രാന്താശുപത്രിയിൽ കിടന്നിട്ടും ഭ്രാന്ത് മാറാത്ത വട്ട്. വീട്ടുകാർക്ക് ശല്യമായപ്പോൾ എന്നെ 1 മാസത്തേക്ക് ഇങ്ങോട്ട് അയച്ചതാ. തമാശക്കാരനാണല്ലേ? തമാശക്കാരന്റെ ഒപ്പൻ. എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത്? വട്ട്, 3 വട്ട്. നിന്നെ ഞാൻ കൊല്ലു. അയ്യോ എന്തോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്തുവേണമെങ്കിലും അനുസരിക്കാമേ. ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത്. ഇല്ലേ? അറിഞ്ഞാൽ ഒന്ന് തട്ടും. നിനക്ക് ഓട്ടം തൊഴിൽ അറിയാമോ? അറിയില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അറിയണം. ഉള്ളടാ, സത്യം എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അറിയില്ല, ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ തലയിൽ തോന്നിയ പോലെ. ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ തലയിൽ തോന്നിയ പോലെ. ഇനിയൊരു കഥയുര ചെയ്യാം എന്നുടെ തലയിൽ തോന്നിയ പോലെ. വായനാശീലമുണ്ടോ? വല്ലപ്പോഴും വായിക്കണം, ഒരുപാട് വായിക്കണം. വായിക്കാൻ ഞാൻ ഈ നിലയിലെത്തിയത്. ഇയാൾ വായിക്കാറുണ്ടോ? പിന്നെ എങ്ങനെയുള്ളതാണ് വായിക്കാൻ? ഞാൻ സാധാരണ തബലയിൽ വായിക്കാറ്, പിന്നെ ഇടക്കിടക്ക് കൊങ്കോട്ടറും വായിക്കും. അതല്ല ചോദിച്ചത്. അതായത് പുസ്തകങ്ങൾ. മാക്സിമം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? അത് അയാളുടെ അമ്മയടുത്ത് ചോദിക്കണം. നോ നോ നോ, മാക്സിമം ഗോർക്കിയുടെ അമ്മ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഈ ജോലി തിരക്കിനിടക്ക് സമയം കിട്ടണ്ടേ ചേട്ടാ? ഇയാളൊന്നും പറഞ്ഞ കാര്യമില്ല. കുറ്റി വായിക്കണം. ഉദാഹരണമായി ഹിറ്റ്ലറുടെ അന്നാ കരീന. ഓ, അതാണ് വായിക്കേണ്ടത്. ചൂട് ചായ കുടിച്ച് അണ്ണാക്ക് കരിഞ്ഞൊരു നീനയുടെ കഥ, അന്നാ കരീന. ആറ്റൻബറോയുടെ ജിറാസി പാർക്ക് അത് വായിക്കണം. പണ്ടൊരു പാർക്കിൽ വെച്ചൊരു പ്രണയ ജോഡികൾ വേർപിരിഞ്ഞ കഥ. ഹിറ്റ്ലറുടെ ശാകുന്തൾ. ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ശാകുന്തൾ ഇതുപോലൊരു തള്ളി ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലേ. സാധിക്ക് ഞാൻ ഒരു പുസ്തകം തരാം. വായിക്കണം, പഠിക്കണം, പ്രാക്ടിക്കൽ ആക്കണം. താങ്ക് യു. എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത്? കിളവനാണെങ്കിൽ മനസ്സിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. ഇത് കണ്ടോ? അയ്യേ, ഈ കാമശാസ്ത്ര ബുക്കാണ് പിള്ളേർ കൊടുക്കുന്നത്. കുട്ടി കംപ്ലൈന്റ് കരയണ്ട, ഞാൻ കൊണ്ടാക്കാം. ഇതാണ് പിള്ളേർക്ക് വായിക്കാൻ കൊടുക്കുന്നത്. കിട്ടിയിട്ടുണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരാളെ പരിചയപ്പെടാം. നിങ്ങളൊക്കെ ഇവിടെ ഒന്നിച്ചു കൂടാനും ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാനും അവസരമുണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ, മിസ്റ്റർ ബാലു. താങ്ക് യു. വി ആർ റിയലി ഹാപ്പി. നോ നോ നോ, നന്ദി പറയേണ്ടത് ഞാനാണ്, നിങ്ങളോടൊക്കെ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളൊക്കെ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനാണ്. പ്രായം ചെന്ന എന്റെ അച്ഛനും അമ്മയും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അമ്മാവന്റെ വീട്ടിൽ വേല ചെയ്ത് തളർന്നു മരിച്ചപ്പോ ഞാനൊന്നും ആയിരുന്നില്ല. ഇന്നെനിക്കെല്ലാം ഉണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. എന്നാൽ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ എനിക്കാരുമില്ല. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്നേഹത്തിനും പരിചരണത്തിനും വേണ്ടി വീർപ്പൂട്ടുന്ന നിങ്ങൾക്ക് 1 മാസമെങ്കിൽ 1 മാസം എന്നെ കൊണ്ടാവുന്ന ചെയ്യാമല്ലോ. അച്ഛനമ്മമാരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു. എല്ലാരും സഹകരിക്കുക. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാ. ഒരു മകനെ പോലെ എന്നെ കാണുക. ഇനി നമുക്ക് ഡിന്നർ ആരംഭിക്കാം. ക്യാരി ഓൺ. എങ്ങോട്ട് വരും?
അടിക്കൂ അടിക്കൂ ഡാർലിംഗ് നന്നായി കഴിച്ചു ഡാർലിംഗ്. ഒരു കോളുണ്ട്. ഹലോ, അതെ. നാളെ രാവിലെ മോർണിംഗ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, താങ്ക് യു. എവിടുന്നാ? ബോംബെന്നാ. അഡ്മിഷൻ കൊടുത്ത രണ്ടുപേരാ, മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. നാളെ രാവിലെ വരുന്നെന്ന്. ഓ, എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? സാർ, ജഡ്ജി സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതുണ്ടോ? കൊള്ളാം, ശിക്ഷയുണ്ടോന്ന്. ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു 10 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുത്തനെയെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയാൽ വധശിക്ഷയ്ക്ക് വരെ ഞാൻ ശുപാർശ ചെയ്യും. അത്രയ്ക്ക് വേണോ? എന്തൊരു വഞ്ചനയാണ് ആൾ മാറാട്ടം അതെ അതെ, വലിയ പാപമാണ്. അതിരിക്കട്ടെ, എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? അറിയാത്ത കാര്യങ്ങൾ വിവരമുള്ളവരോടല്ല ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഈശ്വര, സമയം വളരെയായി. മിസ്റ്റർ നായർ, നമുക്ക് ഉറങ്ങാം. വേണ്ട സാർ, എനിക്കിനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതെന്താ? വ്രതമാണ്, കണ്ണെല്ലാം തെറ്റും. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ട സാർ. ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്? Hello, sir. Hello. I am Sundaresan Nair from Kalananda God Farm, Bandra, Bombay. Pin code 400050. My telephone number is 67872. Another number 8767005. My pager number is... Welcome, sir. Okay. Please come. Okay. Our luggage? It's okay. ഒന്നിച്ചൊരു കുടുംബം പോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പുതിയ 2 അംഗങ്ങളെ പരിചയപ്പെടാം. വെൽക്കം മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ. എന്റെ ഭഗവതി, സന്യസിക്കാനെന്നും പറഞ്ഞു പോയ മനുഷ്യൻ ഇപ്പൊ പെണ്ണും കെട്ടി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, എന്റെ സുന്ദരേശൻ ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടാ, ഇത് ചേട്ടാ, ചേട്ടന്റെ പങ്കജവല്ലിയാ ഞാൻ, ചേട്ടന്റെ കുസുമവല്ലിയാ ഞാൻ. കോൺവള്ളി, കിസ്വള്ളി, ചിത്രാവള്ളി,
എന്റെ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? മേഡം അടാവും തോന്നുങ്കോ അടോ നിന്റെ അടോ ഒന്ന് ഇവിടെ എന്താ നിങ്ങളെ പ്രശ്നം? ഇതെന്റെ ഭർത്താവാ? അല്ല എന്റെ ഭർത്താവാ. ഞാൻ ഇവരുടെ ഭർത്താവോ? ഈ ക്യാമ്പിന് പുറത്ത് നിങ്ങൾ ആരായിരുന്നു എന്നത് ഇവിടെ പ്രശ്നമല്ല. എന്നാൽ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല, എല്ലാവരും ഒന്നാണ്. ഇവിടുത്തെ നിയമങ്ങളെ രീതികളും അനുസരിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാം. അല്ലാത്തവർക്ക് അവരവരുടെ മുറികളിലേക്ക് പോവാം. എന്റെ റൂം ഏതാ? ഇദ്ദേഹത്തെ മുറി കൊണ്ടാക്കും. ചേട്ടാ എടീ മൂദേവി, നീ ഏതോ ഭാഷയും പറഞ്ഞ് എന്റെ ചേട്ടനെ കൈക്കലാക്കി വെച്ചിരിക്കല്ലോടി. നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. ആ ഈ കാര്യത്തിലെങ്കിലും നമുക്ക് ഇനി ഒരുമിച്ച് നിൽക്കണം ചേച്ചി. വേണോടി വേണം. ആരും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ, ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഇവിടെ ലാവിഷായിട്ട് കൂടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സംഗതി ലാവിഷ. പക്ഷെ പാവം കോൺസ്റ്റബിൾ രുദ്രംപിള്ള നമുക്ക് വേറും ജയിലിൽ കിടന്ന് ഉണ്ട നിന്നിട്ടുണ്ടാവും. അത് വല്ലവരല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരി കോതല്ലേ? എല്ലാം നല്ലൊരു പിടി തന്നെ. എടാ എനിക്കൊരു സംശയം. എന്നെ നമ്മൾ ഇന്നലെ കാറി കെട്ടിയ തള്ളയില്ലേ, അവരെന്തിനാ എപ്പോഴും നീ നോക്കുന്നത്? ഇനി അവർക്ക് നമ്മളെ മനസ്സിലായി കാണോ? മിസ്റ്റർ ഡാനിയേൽ. ഒരു കിളിനാഥോ അല്ലേ? എന്റെ അമ്മേ, ദേ ഉറക്കത്തള്ള ഈ വൃത്തിയുടെ സ്ത്രീയാണ്. ഈ മുഖം, ഈ താടി, ഈ രൂപം തിരിച്ചറിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്ന ഞാൻ ഈ കൊരട്ടത്തള്ളയെ തട്ടും. അതൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ ഉണക്കത്തള്ളയുടെ കാല് പിടിക്കാം. പിടിച്ചോ. എന്താ ഇത്? എന്റെ പൊന്നു മാർഗരറ്റ് ആന്റി, ഞങ്ങളെ ചതിക്കരുത്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എങ്ങനെ തുടങ്ങണമെന്ന് ഞാൻ അതേ അവസ്ഥയില. കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. പിടിക്കപ്പെട്ടു. തട്ടട്ടെ വരട്ടെ. ആ സത്യം ഇനിയും മറച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും. ഇപ്പൊ തട്ടട്ടെ. തട്ടാൻ വരട്ടെ. മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് മിസ്റ്റർ ഡാനിയൽ. മിസ്റ്റർ നായർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും മിസ്റ്റർ ഡാനിയലും തനിച്ചിരുന്ന് അല്പം സംസാരിച്ചോട്ടെ. വരൂ മിസ്റ്റർ ഡാനിയൽ. യെസ്, I have to have some sugar. അയ്യോ ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. Wait a minute for 5 minutes. അതെ, അവര് മരിച്ചുപോയ ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാ. നമുക്കിവിടെ നിൽക്കണ്ടേ? ഇപ്പൊ ഒന്നും പൊളിക്കാൻ പോണ്ട. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്താവശ്യപ്പെട്ടാലും നീ ഒന്ന് വാങ്ങി കൊടുത്തേക്കാ. മാർഗരറ്റ്, കൊണ്ടുപോയി എൻജോയ് ചെയ്തോളൂ. കൊണ്ടുപോയിക്കോളൂ. ഞാനിതാ പോണേ. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഇവിടത്തെ രീതികളിൽ എനിക്ക് വലിയ കംപ്ലൈന്റ് ഉണ്ട്. പറയൂ. അതായത് ഈ പെണ്ണുങ്ങൾ മുകളിലും ആണുങ്ങൾ താഴെ. വാട്ട്? അല്ലെ മുറികളുടെ കാര്യത്തില് അത് ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങള് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒന്നിച്ചു കഴിയുന്ന എന്താ കുഴപ്പം? കുഴപ്പം ഇവിടെയല്ല, നിങ്ങൾക്കാ. അത് ഞാൻ വന്നപ്പോ തൊട്ടേ നോട്ട് ചെയ്യുന്നുണ്ട്. വയസ്സ് കുറെ ആയല്ലോ മുത്തച്ഛ, ഇനിയും വേണോ ഈ ഇളക്കം? ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചു എന്നറിഞ്ഞ അന്ന് ഞാൻ ആക്ഷൻ എടുക്കും. കണ്ടോ? എന്താ മിസ്റ്റർ പാച്ചു? വരൂ വരൂ. എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? മിണ്ടരുത്, എനിക്ക് വട്ട. ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കും. അതും ആരോടും പറയരുത്.
എന്തിനാ അയാൾ വിളിച്ചോണ്ട് പോയത്? അയാളുടെ കെയർ ഓഫീസ് ഒന്നാമതൊരു പെണ്ണുണ്ട്, എനിക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അയാൾ പറഞ്ഞു. എനിക്കും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാവോ? അങ്ങോട്ട് തന്നെ നേരിട്ട് ചോദിച്ചു. വരൂ വരൂ. എന്താ ഫൽഗുനിന് മാത്രം പോരാ, എനിക്കും കൂടി ഒന്ന് തരണം. തരാമല്ലോ, എന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെയുണ്ട്. വരൂ, നടക്കൂ, വരൂ. നീ അത് കണ്ടില്ലേ? കംപ്ലീറ്റ് കളേഴ്സ് അല്ലേ? കണ്ടിട്ട് എന്താ കാര്യം, നമ്മൾ ഈ ലഡാക്ക് കോലത്തിലായി പോയില്ലേ? എനിക്ക് അതിൽ ഒരെണ്ണത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിനക്കതിൽ ഒരു പീസല്ലേ ഇഷ്ടമായുള്ളൂ? എനിക്ക് ഇതിനകത്തുള്ള സകല പീസിനെ ഇഷ്ടമായി. പക്ഷെ ഈ മുടിഞ്ഞ മോന്തം വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലേണ്ട താമസമുള്ള കയറി പ്രേമിക്കാൻ. എടാ, അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവസാനം നമ്മൾ പെരുവഴി ആവല്ലേ? നീ പെരുവഴിയിലായാലും ഞാനാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ഈ പിറ്റേ മറന്നേനെ. എന്താ വലിയ തമാശയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എനിക്കൂടി കേൾക്കാമോ? അങ്കിളിന് കേൾക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ല ഇത്. വേണ്ടല്ലോ, നിങ്ങൾക്കൂടി കേൾക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം. എന്താ അങ്കിളെ? വീരാതല്ലേ പേര്? അതെ. സുന്ദരിയാട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായി. ഈ അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നത്? കല്യാണ കാര്യം ഈ ക്യാമ്പിന് പുറത്തിറങ്ങിയാലുടൻ വീരയുമായിട്ടുള്ള കല്യാണം ഉടനങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നോൺസെൻസ്, വയസ്സിലായിട്ട് പോകത്തിന് പറയുന്നു. ചൂടാവണ്ട, എനിക്ക് കല്യാണം കഴിക്കാനല്ല, എന്റെ മോന് വേണ്ടിയിട്ടാ. അങ്കിളിന്റെ മോൻ എവിടാ? നാട്ടിലാ, മെഡിസിന് പഠിച്ചോണ്ടിരിക്കുക അവൻ. ഈ വർഷം കഴിയുമ്പോ ഡോക്ടറാവും. സുന്ദരനാ കാണാൻ. എങ്കിലൊന്ന് വരാൻ പറയൂ, കാണാൻ. വരും വരും, അതിന് വഴിയുണ്ട്. അതിനു മുമ്പ് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കോളൂ. അവൻ എവിടെ നോക്കി? നല്ല രസമുണ്ടെന്ന് ആരും കാണാതിരിക്കുന്നില്ല. ഹായ്, കൊള്ളാലോ, നോക്കിക്കേ. കൂടി എന്താ ഇഷ്ടമായോ? അവൾക്ക് ഇഷ്ടായി അല്ലേടി? കുട്ടി ഒന്ന് വന്നേ, എന്റെ മരുമോളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ലടി, നിന്റെ ഫാദറിനെ ആവുന്ന ആളല്ലടി. ചെല്ലടി. ആ കൈ കുട്ടിയെ പോലൊരു പെൺകുട്ടിയെ എന്റെ ഭാര്യയായി കിട്ടിയ, അല്ല മരുമോളായി കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. വലിയ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുക എന്ന് പറഞ്ഞ എനിക്കല്ലേ ഭാഗ്യം? എങ്ങനെയുണ്ട് മിസ്റ്റർ ഡാനിയൽ, എന്റെ ഭാവി മരുമകൾ? സുന്ദരിയല്ലേ? നിനക്ക് രാജയോഗമാണോടാ? നിനക്ക് വൃദ്ധയോഗം. വാ മോളെ, എന്റെ മോന്റെ ഹിസ്റ്ററി പറഞ്ഞു തരാം. മിസ്റ്റർ ഡാനിയൽ. എന്തോ? വരൂ ഡാനിയൽ. അതെ, കല്യാണം കഴിക്കണമെങ്കിൽ നമ്മുടെ സുന്ദരേശ്വരെ പോലെ വേണം. ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ കെട്ടിയിരിക്കുന്നത്. ഈ മൂന്നെണ്ണത്തിലല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. കയറവന്തയിൽ 6 വർഷം പോലെയല്ലേ എനിക്ക് ഭാര്യമാര്. ഓൾ ഓവർ ദി വേൾഡ്, വൈറ്റ്സ് ആൻഡ് കുട്ടി. ഭാഗ്യവാനേ. ഇതിനൊക്കെ എങ്ങനെ ചെലവിന് കൊടുക്കും? രാജസ്ഥാൻ മരുഭൂമിയിലും എവറസ്റ്റ് കൊടുമുടിയിലും ആളുകളെ പോലെ വളരുന്ന ആടുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ക്രാഫ്റ്റ് അയക്കുന്ന നിങ്ങളെ പോലുള്ളവരുള്ളപ്പോ ഈ സുന്ദരേശന്റെ കഷ്ടപ്പെടുന്നത് തന്നെ. അതെ, ഞങ്ങൾ ഓപ്പണായിട്ട് മോഷ്ടിക്കുമ്പോ ഇയാള് കൂപ്പണടിച്ച് മോഷ്ടിക്കുന്നു. മോഷണോ? ആര് മോഷ്ടിച്ചു? എന്താ മോഷ്ടിച്ചത്? മിസ്റ്റർ ഡാനിയൽ പറഞ്ഞത് ഈ സ്ത്രീകളുടെ മനസ്സ് മോഷ്ടിക്കുന്ന കാര്യമാണ്. ഹാർട്ട് പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മലനിവാസികളുടെ നഗ്ന നൃത്തം കണ്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത ഇത്തവണ അത് കാണാനാ ഞാൻ വന്നിട്ടുള്ളൂ. എപ്പോഴാ അത്? പൗർണമിയുടെ അന്ന് രാത്രി 12 മണിക്കാ നൃത്തം നടക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പൗർണമി ഉണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ അന്ന് രാത്രി ആരറിയാതെ നമ്മൾ വെളിയിലിറങ്ങണം. അയ്യോ, ആ വാച്ച്മാൻ വിടില്ലല്ലോ. വാച്ച്മാന്റെ എസ്കോട്ടോട് കൂടിയാണല്ലോ സ്വാമി നഗ്നനൃത്തം കാണാൻ പോകുന്നത്. മധുരയാണ് സ്വാമി, മധുര. എനിക്ക് പനി ഉണ്ടോ എന്നൊന്ന് നോക്കൂ. പനി. എന്റെ ഈശ്വര, ഈ ക്യാമ്പ് 1 വർഷത്തേക്ക് നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈക്ക് യാത്രയെ പോലെ അടിച്ച് പൊടിക്കാൻ. അതെ, ഹവായോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അച്ഛൻ വന്നിട്ടുണ്ട്. എവിടെ?
ആളിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മോളെ ഇരിക്കെ. അച്ഛൻ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. മോക്ക് സുഖാണോ? പരമസുഖം. അച്ഛനിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കോ? എനിക്കെന്റെ മണിക്കൂട്ടനില്ലേ? അവന് സുഖാണോ? പിന്നെന്താ അവന് സുഖത്തിനൊരു കുറവ്? കാര്യം കുതിരയാണെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ നോക്കുന്നത്. ഇവിടെ ജോലിയൊക്കെ നല്ല രസാ. കുറെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും. ഏതായാലും നിനക്കൊരു ജോലി കിട്ടിയല്ലോ, അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ, പിന്നെ വരാം. ശരി അച്ഛാ. എന്താ തമ്പുരാട്ടി ഇപ്പൊ വന്നിട്ട് പോയത്? അച്ഛൻ അച്ഛൻ പിറന്നു വന്നു തൊട്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആളെ അച്ഛനും തന്നെ വിളിക്കേണ്ടത്. അപ്പോ വളർത്തച്ഛനാ, പക്ഷേ എനിക്ക് അച്ഛൻ തന്നെയാ. അമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണത്. എന്നെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണുകയാണെങ്കിൽ മുഖത്ത് കാർക്കിച്ചു തുപ്പും ഞാൻ. ക്ഷേമേ? അതെ മേഡം. കോവിലകത്തിന്റെ മാനം കാക്കാൻ എനിക്കൊന്ന് വലിച്ചറിഞ്ഞില്ലേ? അവര് ദുഷ്ടയാ, ദുഷ്ട. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, വിഷമം കൊണ്ട. ഐ എം സോറി. ഇന്ന് ഞാൻ അവളെ തിരിച്ചറിയും. വർഷങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന എന്റെ മോളെ, ജന്മം നൽകിയിട്ടും ഒരിക്കൽ പോലും കാണാൻ പറ്റാതിരുന്ന എന്റെ മോളെ, എന്നിട്ടും അവൾ എനിക്ക് അന്യയാകുന്നു. അമ്മയെ വെറുക്കുന്ന അവളോട് ഞാൻ എങ്ങനെയാ അമ്മയാണെന്ന് പറയാ? എന്താ എനിക്ക് സങ്കടം. ഇതൊരു ശല്യമായല്ലോ. എന്തിനാ സങ്കടമാവുന്നേ? എന്റെ അമ്മ ചെറുപ്പത്തിൽ എന്നെ താരാട്ടുപാടി ഉറക്കുമായിരുന്നു. അമ്മ പോയി. എവിടെ പോയി? ചത്തുപോയ പട്ടി. വെറുതെ അല്ല അവര് നേരത്തെ പോയത്. എന്നെ ഞാനോ? എടുക്കണേ, എന്നെ കത്തി എടുക്കണേ. വേണ്ടാവേ, അതിനു മുമ്പ് ഞാൻ ഈ വട്ടണ എടുത്തോളാവേ. എടുത്തോളാം. ആ കറിക്കണം. എനിക്ക് താരാട്ടുപാട്ട് കേൾക്കണം. ഓമാന തിങ്കൾ കിടാവോ പാര പാരിൽ പാടി ഞാൻ നിന്നെ ഉറക്കാം. ഇതൊരു കുരിശായല്ലോ. എന്തായി ഫൽഗുനൻ സാറേ? ഒന്നുകളെയും അണ്ണാക്ക് കൊള്ളുന്ന കാലത്താരിച്ച് സംബന്ധം ഉണ്ടാക്കുന്നത് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഒന്നുകളെ ഞാൻ ഒന്നുകളെ എന്നെ തൊടാൻ കിട്ടില്ല, എന്നെ തൊടാൻ കിട്ടില്ല. ഒട്ടകത്തെ കെട്ടിക്കോ, കിട്ടിയവനെ തട്ടിക്കോ. ഒട്ടകത്തെ കെട്ടിക്കോ. ഈ വര കടന്ന് വെളിയിൽ പോരുന്നേ. ഒട്ടകത്തെ കെട്ടിക്കോ. മുക്കാല മുക്കാല ലൈല മുക്കാല.
ആത്മഹത്യ ചെയ്യാൻ മാരുതി ജിപ്സി തന്നെ വേണമായിരുന്നു അമ്മവാ. ലേശം തെറ്റിയായിരുന്നെങ്കിലേ ഇറച്ചിയിൽ മണ്ണായനെ. വീട്ടിൽ നിന്ന് പറഞ്ഞാണോ പോന്നെ? ഓ ആ പെമ്മിൽ അതിനെ പിടിക്കാൻ വരിക. ഇയാൾ വല്ല കുർത്തക്കേടും കാണിച്ചിട്ടുണ്ടാവും. നിന്റെ മോൻ തേടിച്ച് സാറേ, ഞാൻ ആ ലേഡീസ് ഷോപ്പിന് മുന്നിൽ കൂടെ വരുമ്പോ എന്നെ പിടിക്കാൻ ഈ പെമ്പിള്ളേര് പുറയോടി. പെമ്പിള്ളേര് പിടിക്കുന്നത് എന്തിനാ? കൊണ്ടുപോവാൻ. അയ്യേ, സോറി സാർ, ഇയാളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സാർ. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഓടിക്കാൻ ഈ അമ്മാവനെ മാത്രമേ കിട്ടിയുള്ളൂ? ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരും ഇല്ലേ? ഇയാൾക്ക് നല്ല സുഖമില്ല സാർ, മെന്റലി. ഇത് മെന്റലി അല്ല, ഫിസിക്കലി. അതിനുള്ള മരുന്നിനെ കളവൻ തന്നെ വേണോ? സാറേ ഞങ്ങൾ ഒന്നും പറയണ്ട. ഛെ, നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേർ ഇങ്ങനെയായി പോലുള്ള ലേഡീസ് ഹോസ്റ്റലിലെ മതിലും ചാടി ഉള്ളിത്തൊപ്പിയൊക്കെ വെച്ച് ഈ കളവനെ പിടിക്കാൻ നടക്കുക. ഇയാൾ പറയുന്നത് കള്ള. ഞങ്ങളുടെ ലവ് ലാൻഡിലെ. അതെ, ലവ്ലാൻ. ലവ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രേമ തീരം. എന്നിട്ട് പ്രേമിക്കാൻ കിട്ടിയത് ഒരു കിളവനെ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. അപ്പൊ അനാവശ്യം കാണിക്കല്ലേ? ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, ഇയാളെ വിട്ടു തരണം. വിട്ടുകൊടുത്താൽ എന്റെ ശവമായിരിക്കും ബാക്കി. എന്റെ ഭാര്യയും പിള്ളേര് അനാഥരാകും. ലേശം അറിയുന്ന മോളെ, അല്ലെങ്കിൽ മുട്ടും. ഇയാളെ വിട്ടുതരാൻ പറ്റില്ല. മാത്രമല്ല, ഇയാളെ ഞാൻ കൊണ്ടുപോവാ. നിങ്ങൾ കാര്യം അറിയാതെ. അറിഞ്ഞിടത്തോളം ഒക്കെ മതി. പറയുന്നേ അമ്മ കയറി. പ്ലീസ്. നീ പറയില്ലേക്കടാ. അമ്മ അങ്ങനെ വയറിൽ മുട്ടാതെ അങ്ങനെ അറിയടേ. ഞങ്ങൾ സമ്മതിക്കില്ല സർ, പ്ലീസ്. സൈഡ് പ്ലീസ്. സർ, ഇയാളെ കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുക സർ. സർ പ്ലീസ്. ഇയാളെ കൊണ്ടുപോകണ്ട സാർ, കണ്ടിട്ട് അത്ര ചെയ്യാൻ തോന്നുന്നില്ല. സർ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സർ. മോളെ, ഈ അമ്മാവന്റെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കില്ലേ? 3-ാം മാസം പച്ചമാങ്ങയിലെ പുളി ഒഴിക്കും. ഓ ഏതായാലും ആ പെമ്പിള്ളേരെ ഒന്ന് രക്ഷപ്പെട്ടു നന്നായി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ പൊടി പോലും കാണാതിരിക്കുന്നത് നല്ലത്. എനിക്ക് ഈ ചെറുക്കന്റെ വർത്താനം തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഓട്ടെ അമ്മവ, അവൻ അങ്ങനെയാ. നാട്ടിൽ നിന്ന് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ അയച്ചതാ. ഇപ്പൊ എന്റെ അച്ഛനാണെന്നാ അവന്റെ വിചാരം. ആ അതൊക്കെ പോട്ടെ. ചേട്ടൻ എവിടെ ഇറങ്ങേണ്ടത്? എന്റെ വീട്ടില്. വീട് എവിടെയാ? ഇവിടെ അടുത്താ. അടുത്ത് വെച്ചാ തൃശ്ശൂര്. അയാൾ പോക്കാണെന്ന്. തുടങ്ങിയിട്ട് എത്ര നാളായി? 5-6 കൊല്ലായി. ദേഹോപദ്രം ഉണ്ടോ? ഉണ്ടല്ലോ. പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടെണ്ണായുടെ വല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഗുണമില്ലേ? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവുമോ? ഇത് ആളെ കൊല്ലാനല്ലേ വരുന്നത്. നിങ്ങൾ തന്നെ ചെന്ന് അദ്ദേഹത്തെ അഴിച്ചെടുത്തോളൂ. വേണ്ട, രക്ഷപ്പെടുത്തി കൊണ്ടുപോയതല്ലേ, കൊണ്ടുപോക്കോളൂ. അയ്യോ, ഈ സാധനത്തിന് കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വരൂ നമുക്ക് പോവാം. ചതിക്കരുത്. ഇനി മേലിൽ ഇങ്ങനെ അബദ്ധം പറ്റില്ല സിസ്റ്റേഴ്സ്. എന്തൊരു വീരവാദമായിരുന്നു. ഒരു രക്ഷകൻ. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. എന്ത് വേണേലും ചെയ്തോളൂ. ഈ കുട്ടിച്ചാത്താൻ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. അയച്ചു വിടൂ ഇയാളെ. അയച്ചുവിട്ടോളൂ. ആ ലോഡൊന്നും ഇറക്കിക്കോളൂ. വേഗം മോളും ചെല്ലേ. പെട്ടെന്ന് പെട്ടെന്ന്. ഇങ്ങോട്ട് വരണ്ട, എന്നെ അഴിച്ചു വിടണ്ട. സ്നേഹമില്ലാത്ത സാധനങ്ങൾ. മാലകിരി അയ്യോ പാടാം പാടാം ആരോമശേഖവർക്ക് വട്ടുപിടിച്ച കഥകൾ. നിങ്ങൾ കൊച്ചുടിക്കില്ല, അങ്ങനെ വീരനായകനല്ലേ? ഓമനാളെ കണ്ടു ഞാൻ പൂനിലാവിൽ. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചാടി പോവാണെങ്കിലേ പിടിച്ചേരാ എന്നെ വിളിച്ചാൽ മതി. ദിസ് ഇസ് മൈ അഡ്രസ്. വിജയകൃഷ്ണൻ, സൂപ്രണ്ട് ഓഫ് പോലീസ്, ഊട്ടി. ഒരാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യും. അതിനു മുമ്പ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വന്നതാ. See you. Bye.
നാട്ടിൽ നിന്ന് ഊട്ടിക്ക് ട്രാൻസ്ഫർ ആയി വന്ന പിന്നെ നിനക്ക് ജോലി കൂടിയില്ലേ? ജോലിയൊക്കെ സ്വന്തമായി തന്നെയല്ലേ ചെയ്യുന്നേ? അതൊക്കെ ഇനി ഒരാഴ്ചത്തേക്ക്. ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല പോലീസുകാരെ കൊണ്ടുവരണം ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ. ഒറ്റ ചവിട്ട് വെച്ച് വന്നിട്ടല്ലോ. ഓ, അമ്മ ഏത് നേരത്താണ് ഇങ്ങനെ ഒരു ശവത്തിന് എന്റെ തലയെ കെട്ടിവെച്ചത്? പെണ്ണേട്ടാ പറഞ്ഞ് കേൾക്കാനിട്ട്. അത് തന്നെയാ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അമ്മയുടെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവാ. അതെടാ, ഞാനൊരു പെണ്ണെ കണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ ലവ് ലാൻഡിലെ പെണ്ണ്? ആ, ഒരു അമ്മാവന്റെ പുറകെ ഓടി വന്നടാ. അയ്യോ, അത് പെണ്ണാണോ? എനിക്കിവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് തന്നെയാടാ എനിക്കും വേണ്ടത്. ഞാൻ ഈ പോലീസിലൊക്കെ ആയതുകൊണ്ട് പല സാഹസികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു കൂട്ടം അവള് തന്നെയാ. അതിനേക്കാളും നല്ലത് വേറെ ഒരുത്തിയാ. അതാരാ? പൂലാന്തേവി. പൂലാന്തേവി നിന്റെ മറ്റേ പോലീസുകാരുടെ ഭാഷ എന്നെ കൊണ്ട് പറയരുതാ. ലവ് ആണോ? സീരിയസ്? എങ്കിലും ഞങ്ങൾ മുതിർന്നതൊന്ന് ആലോചിക്കട്ടെ. അതിനുമുമ്പ് പ്രേമാണെന്ന് പറഞ്ഞ് മരം ചുറ്റി കളിച്ചാ അമ്മയെ കൊണ്ട് ചെതി ഞാൻ പൊന്നാക്കി. എന്ത് വേണമെങ്കിലും ചെയ്തോളാമേ. തെണ്ടിച്ചക്ക. ഒരു തെണ്ടി പൂജയിൽ നടക്കണ്ടായിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞ മിനിസ്റ്റർ വരുമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഏതെങ്കിലും മിനിസ്റ്റർമാര് പറഞ്ഞ സമയത്തിന് വന്നിട്ടുണ്ടാ? ഞങ്ങൾ ആഭ്യന്തരമന്ത്രി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലെന്താ നിരുത്തരവാദിത്വം അടിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരി. മിനിസ്റ്റർ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ പാർട്ടി ഓഫീസോ? ഇവിടെ മാതിരി ഇടപാടൊന്നും വേണ്ട. എവിടെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് അവിടെ വന്നതല്ലേ. വരൂ സർ. സാർ വേണം. ഈ പൂണിയിരുത്തം. മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ. അതെങ്ങനെ? ഈ കസാല നിലനിർത്താനുള്ള പെടാപ്പാടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നോളൂ. ഞങ്ങൾ കോഴിക്കോട്ടുകാരാ. കോഴിക്കോട് മലപ്പുറം ഇപ്പൊ വലിയ വ്യത്യാസമുണ്ടോ? എന്നെ വെറുതെ ഓടിക്കരുത്. കേൾക്കുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശങ്കടവ് സ്കൂളിൽ 3ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ. അഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സൊന്നും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ? അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടെന്ത് ഫലം? തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. പോളിടെക്നിക്? അതേതോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. ഞാൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതെങ്ങനെ? ഇലക്ഷന് 2 വോട്ടിന് ചോദിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. ശരി സാർ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. വരൂ സാർ. എന്റെ മുറി തരാം. വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് കേട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരൻ കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയോടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രൻപിള്ള. രുദ്രൻപിള്ള. സോറി, രുദ്രൻപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണ്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രൻപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അപ്പൊ പല്ലുടെ അയാള് സമ്മതിച്ചു.
അത് വേണോ? സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അച്ചുവോ? അല്ല KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പാർട്ണറാ ഡാനിയൽ MD. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് ഈ രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയ 2 ചെറുപ്പക്കാർ. അവർക്ക് മാപ്പ് കൊടുത്തൂടെ മിസ്റ്റർ രുദ്രപിള്ള? മാപ്പ് കൊടുക്കണോ? അല്ല രുദ്രപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട അവന്മാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാനും അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയി ഒന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർമാർ രഹസ്യം പറഞ്ഞത്? ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ, പോയി കുളിക്കൂ മിസ്റ്റർ രുദ്രപിള്ള. പ്ലീസ് ടേക്ക് യുവർ ബാത്ത്. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളിയായിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്താ നായർ? എന്ത് പറ്റി? അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, ഡെയിലി എല്ലാവർക്കും ഓരോ കംപ്ലൈന്റാ. പ്രായമായവരല്ലേ, സാരമില്ല. അപ്പോ മാഡം, എന്താ? മിസ്റ്റർ നായർക്ക് നല്ല സുഖമില്ല. ഐ മീൻ സം മെന്റൽ പ്രോബ്ലം. അയാൾക്ക് മാനസികമായി യാതൊരു തകരാറുമില്ല. എല്ലാം നിങ്ങളുടെ തോന്നലാണ്. അല്ല, ഇന്നലെ രാത്രി. പ്ലീസ്. ഐ എം സോറി. എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജി ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ച് കയറിയതാ. അല്ല മാരിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, കടന്നിടന്ന് ഉറങ്ങിയാണോ? എന്താ മുടി, തലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി, മുടി, താടി, മുടി, താടി, മുടി, താടി, മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? അത് കടച്ചതാണല്ലോ. കാറ്റ് തുറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്നു. താടി, മുടി, താടി, മുടി, താടി, അത് വേറെ താടി, മുടി, താടി, മുടി. എന്റെ ഈശ്വര, ഈ പണ്ടാറക്കണ്ണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം. എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, വടിയാ എന്ന് തോന്നണേ.
പോലീസുകാരൻ കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടില്ല. വാങ്ങല്ലേ അയ്യോ കാണാൻ. അടുത്ത വേദം മിസ്റ്റർ നായർ വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ ഗോദവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് തുറക്കില്ല. എനിക്ക് സുഖമില്ല. ഞാൻ ഗോദവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് തുറക്കൂല. അയ്യോ വേഗം വാതിൽ തുറക്കൂ, അത്യാവശ്യമാ. മിസ്റ്റർ നായർ മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല. അയാൾക്ക് സുഖമില്ല. സൂക്ഷിക്കണം, അയാൾക്ക് വട്ടായി. എടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. ഒന്ന് കേശ രണ്ടു കൂടെ കേശവാ ഓടി വാടാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. എനിക്കല്ല വട്ട്, നായക്ക. അയാൾ അകത്തോട്ട് വാതിൽ തുറക്കുന്നില്ല. ഒന്ന് മാറി എല്ലാവരും മാറി മാറി മാറി. ദൈവം ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും ഞാൻ കുമ്പത്തേക്കോ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ ഒന്ന് പിടിയോടോ ബോട്ട് പിടിക്കോ നോക്കിക്കാതെ എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ എന്റെ താടി മുടി ആ ഭ്രാന്തന ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാം. മിസ്റ്റർ നായർക്ക് സുഖമില്ല. നിന്റെ അപ്പനെ സുഖമില്ലാത്ത അവന്റെ അപ്പന്റെ അസുഖം തന്നെയാണ്, പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഏണി മാറ്റല്ലേ. മരുന്ന് മാറിക്കോ ഏണിയായിരിക്കോ. കുമ്പിട്ടിക്കടോ നാട് ചാരി നിക്കടോ. ഒന്ന് പിടിച്ചോ. എടോ ലോകിനായനെ എന്നാ മരുന്ന് പിടി. എന്തായി? നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം. ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ. മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ വേണ്ട എല്ലാവരും പറഞ്ഞല്ലേ. ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ. ആ ഡോക്ടറെ കൊന്നു. എന്ത് ചെയ്യും? സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കോളൂ. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. അല്ലേ എല്ലാരും പിരിഞ്ഞു. ഈ വാതിന്റെ മുമ്പ് പോയി എല്ലാരും പോണം. സാർ ഇയാളെന്താ പോകാത്തത്? ഹലോ, നിങ്ങൾ പോണം. ഓടോ വട്ടെ. ആരാ ഇതിനകത്ത്? നിന്റെ അമ്മയുടെ നായര് ഓടപ്പില്ലേ. ഓ അച്ഛനാ, മൈ ഫാദർ. വേഗാവട്ടോ. എന്റെ ദൈവമേ, എന്നെ കാണാൻ വിളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. ഭാര്യരല്ലേ? അതെ. ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാ. എനിക്കോ? നിങ്ങളെ മോൾ ഒരു നല്ല കാര്യം പറയുമ്പോ ഭയം പൊളിച്ചു നിൽക്കുന്നോ? അല്ല, താങ്കൾ തന്നെയാണോ വരൻ? എന്റെ സാറാ. ഈ ഏരിയയിൽ ചാർജ് എടുക്കാൻ വന്ന പുതിയ പോലീസ് ഓഫീസറാ. പുള്ളിക്കാരൻ നിങ്ങളുടെ മോളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. ഞാൻ മാക്സിമം താലോച്ചു, നടക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ അങ്ങ് നടത്തി കൊടുക്കാന്ന് കരുതി. ഇതാ ഫോട്ടോ, അഡ്രസ് എഴുതിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഞങ്ങൾ കുറച്ച് കാരണവന്മാർ അടുത്ത് തന്നെ വരും. വരട്ടെ. അച്ഛൻ കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് ആള്?
കൊള്ളാം, നല്ല സെലക്ഷൻ. നാണം അതുകൊണ്ടാ എടുക്കനാ വിട്ടുമിടുക്കൻ സുന്ദരനാ കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ കുട്ടിയെ കേൾക്കണ്ട. കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മുഖം വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി ഇങ്ങനെ വന്നേ. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ടൂഞ്ചിനത്തെ ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാളുണ്ടല്ലോ. ഭയങ്കര നാടൻ കുടുങ്ങിയ മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാണമെന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോ എന്ന് പോയി അച്ഛനെ കിടന്ന് ഉറങ്ങ. പൊറന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇല്ല, ഉറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അവിടെയാണ്. എല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പോഴേ ഒരു ടെൻഷനുള്ളൂ. ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്തൊരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ആഹാ, എന്താണ് തോന്നുന്നു? എവിടെ പോവാ? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല. എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആഹാ, എന്നാ താനും നോക്കണോ? ആഹാ. ഒന്ന് നിന്നേ. അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾ കണ്ടേ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ ഉണ്ട്. എവിടെ? അവിടെ എവിടെ? ആ ഡയറിയിൽ അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു ആരെങ്കിലും കാണും. നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പൊയ്ക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. നിരങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോടാ നിരങ്ങാൻ. വഴി ഞാൻ കാണിച്ചാൽ അവിടെ ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായാണ്. ഇല്ലടാ അവിടെ. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടു. അവനെവിടെ? ഏതവൻ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്നെ കുളിക്കരുതെന്ന് തോന്നിയവാസം പറയുന്നു. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് അയ്യോ, കണ്ടു. ഓടി വായോ, പെണ്ണുപിള്ള. ഓടി വായോ. എന്താ? അവരെ വിട്. എന്താ ഇത്? എന്താ? എന്ത് പറ്റി? ഞാൻ തുണി മാറുമ്പോ ഇയാൾ വന്നിട്ട് നോക്കി. മിസ്റ്റർ, മുകളിലത്തെ നിലയിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാ. അവനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ, എന്റെ പൊന്നു മഞ്ഞ പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ, മാഡം, എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്. അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ
ഇയാൾക്ക് വട്ട പട്ടന്റെ അപ്പനാടാ പുല്ല. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമാതിരി അലവലാതെയാന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു ലോകവുമില്ല. ഇമാതിരി കുരുത്തക കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതിൽ എടുക്കാൻ അതാ വേണ്ടത്. പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരാ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. ഇടവിട്ടാളിപ്പോ കണ്ടേ ശ്രീലമ്പാറൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. ഇയാളെ പിടിച്ച് അയ്യോ, പുറത്താക്കി പുറത്താക്കാൻ പറ്റട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അങ്ങ് പുറത്ത്. അയ്യോ പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ഡാനിയലേ, ഏത് നായ്ക്ക് ഒരു ദിവസം വരുവാടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി അവിടെ നിന്നാ. ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. അടുത്ത് കുറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നിർത്താൻ കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ശബ്ദം ഉണ്ടാക്കില്ല. ഓടി 11 കഴിഞ്ഞു. ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടുതൽ തന്നെ. ശബ്ദം ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൻ. നല്ല പറ. ആരോള അർദ്ധരാത്രി മതില് ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റോളാൻ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണുമല്ലോ. എന്നിട്ടും വേണോ ഈ ഇളക്കം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഇങ്ങനെ ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. Shut up. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ. ഒരു കാലത്തും ഞങ്ങളെ പുറത്താക്കല്ലേ. പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? അയ്യോ ചാലുസുന്ദരം! ചാലുകൈ കുളിർക്കുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീണ്ടത് ആലുവ പുഴയിൽ അമ്പുജാക്ഷിമാർ. ഞാൻ പറയാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ
നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാൽ അത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരം ഒരവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ആഹാ, ഒരു കവിത പോലെയുണ്ട് ഈ സ്ഥലം. നമുക്ക് കുറച്ചു നേരം ആ തണലിൽ പോയിരിക്കാം. വരൂ. അയ്യോ തോക്ക്! വളരെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇല്ലീഗൽ വെപ്പൺസാ. ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതാ. എല്ലാവർക്കും എടുത്തിട്ട് പോയാലോ? വേണ്ട, നമുക്കിത് പഴയ പോലെ മൂടി വെക്കാം. എന്നിട്ട് ഈ വിവരം പോലീസിനെ അറിയിക്കാം. എങ്കിൽ ഇത് ബാലുവിനോട് തന്നെ നമുക്ക് ആദ്യം പറയാം. അയാൾ അറിയാതെ നമുക്ക് ഒന്നും ചെയ്യണ്ട. അതാ നല്ലത്, അതാ നല്ലത്. തൽക്കാലം നിങ്ങൾ ആരും ഒന്നും കണ്ടില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം. അത് അപകടമാണ്. പോലീസ് ഇടപെട്ട സംഗതി കുഴപ്പമാകത്തേ ഉള്ളൂ. നമ്മളെ നാട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊരു സംഗതി എന്തായാലും പോലീസിന് കാണിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾക്കൊക്കെ എന്നേക്കാൾ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ അത്? നമ്മളിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ഇരുന്ന് വെക്കാം, അവർ ആക്ഷൻ എടുക്കും. ഈ ആയുധങ്ങൾ ആരുടേതാണെന്ന് ആർക്കറിയാം? ഏതെങ്കിലും ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ മറ്റോ ആണെങ്കിൽ അവരടങ്ങിയിരിക്കുവോ? ആയുധങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് എന്റെ കൈകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച വേണ്ട, നമ്മൾ എടുത്ത് ചാടണ്ട. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആരോടും ഒന്നും പറയുന്നില്ല. എന്റെ ഒരു സുഹൃത്ത്, ഒരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹവുമായി ഞാൻ ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്ത് വേണമെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഉത്തരവാദിത്തമില്ലാത്ത നായ്ക്കൾ. മറ്റുള്ളവർ കാണുന്നത് വലിച്ചെറിയാനല്ല ആയുധങ്ങൾ നിന്നെ ഏൽപ്പിച്ചത്. ഒളിപ്പിച്ചു വെച്ചിരുന്നതാ. അതെ, പിന്നെ എങ്ങനെ അവരത് കണ്ടു? അത് നമ്മൾ കൊണ്ടുവന്ന അതേ കിഴവന്മാർ. നിന്നെയാണ് ഞാനത് ഏൽപ്പിച്ചത്. നീ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. സ്റ്റേറ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ആൾക്കാരെ വിട്ടുകിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ പല പ്രമുഖന്മാരെയും ലൗലാൻഡിന്റെ മറവിൽ നമ്മളോട് കൊണ്ടുവന്നത്. അവരെ ആയുധങ്ങൾ കണ്ടറിഞ്ഞ സ്ഥിതിക്ക് എത്രയും വേഗം നമ്മൾ ദൗത്യത്തിലേക്ക് നീങ്ങണം. യെസ്, അവരെ ബന്ദികളാക്കി ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മുടെ ആൾക്കാരെ വിട്ടുതരാൻ. അതിനായി ഒരു പിക്നിക്കിനെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവരെ നമ്മൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ, 2 ചോട്ട കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത 2 പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ, ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഒപ്പ്. വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമല്ലേ, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാൻ. എങ്ങനെ സൂക്ഷിച്ചിറങ്ങില്ല. എന്താ ലൗല
അയ്യോ ചതിച്ചല്ലോ. എന്റെ കൂടെ പഠിച്ച ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള മുങ്ങിച്ചത്ത രുദ്രംപിള്ള അല്ല പഠിച്ചോനെ. പോയി അടുത്ത ഗ്രൂപ്പിൽ കൊണ്ടുവരില്ല. ഇവരിതെങ്ങോട്ടാ? എങ്ങോട്ടായാലും ഇത്തവണ വിട്ടില്ല. ആത്മഹത്യ പിന്നെ ചെയ്യാം. ആ ഫ്രണ്ട്സ്, ഇവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. മേഡം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഓ, ഇന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വഴി പഠിക്കണ്ടേ? മാനേജ്മെന്റ് പറഞ്ഞ കാരണം ഞങ്ങൾ ചിലർ ഇവിടെ വന്നു. ഭക്ഷണമൊക്കെ എങ്ങനെയാ? അതിനുള്ള ഏർപ്പാടൊക്കെ ആവശ്യമുണ്ട്. ചേട്ടാ ഞാനും ഉണ്ട്. ചേട്ടാ മുട്ടരുത് തുറക്ക. ആ നീ അടച്ചു ചേട്ടാ. എന്റെ ദൈവമേ, ഇവിടെ ഉണ്ടോ? എന്താ ഇത്? ആരാ നിങ്ങളൊക്കെ? ഞാൻ പറയാം, എല്ലാം എന്റെ ആൾക്കാരാണ്. അതെ, ലവ് ലാൻഡിന്റെ ഉടമസ്ഥൻ അനാഥനായ ബാലു. അയാളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരുപറ്റം തീവ്രവാദികളുടെ നേതാവായ ബാലചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടില്ല. ആവേശമൊന്നും വേണ്ട. ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലവ് ലാൻഡ് തുടങ്ങിയത്. പാവപ്പെട്ട കുറെ പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്തവരുടെ കുടുംബം നന്നാക്കാനോ അല്ല ഞാനത് തുടങ്ങിയത്. ഞങ്ങളുടെ കുറെ സഹോദരന്മാർ സർക്കാർ ജയിലിലുണ്ട്. നിങ്ങളെ വെച്ച് വേണം എനിക്കവരെ മോചിപ്പിക്കാൻ. ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്. നിങ്ങളാണ് എന്റെ ഏറ്റവും വലിയ ഇര. ഇത് വഞ്ചനയാണ്. വഞ്ചന? അതെ, ശരി. വർഷങ്ങളായി ഞങ്ങളുടെ ആൾക്കാരോട് നിങ്ങളുടെ സർക്കാർ കാട്ടുന്ന വഞ്ചന ഒരുത്തനും ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നവരെ എല്ലാവരുടെ മുഖങ്ങൾ വീഡിയോയിൽ പകർത്തണം. ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ. എന്തേ കമോൺ. ഇത്രയും വലിയൊരു കിഡ്നാപ്പിംഗ്, അതും സൗത്ത് സൈഡിൽ ഫസ്റ്റ് ടൈം. മാസങ്ങൾക്ക് മുൻപ് കേരള പോലീസിന് പിടിയിലായ ടെററിസ്റ്റുകളെയാ അവരെ ആവശ്യപ്പെടുന്നത്. സർ, അവങ്ങളെ എപ്പോഴും റിലീസ് பண்ண முடியும்? സർ, മുടിയാതെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ത് വിലയാ ഉണ്ടാകുക? അപ്പൊ அவங்க കസ്റ്റഡിയിൽ இருக்க VIPs? യെസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കാതെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന VIPsനെ പുറത്തു കൊണ്ടുവരണം. അതെപ്പടി സർ? വഴിയെടുക്ക്. മിസ്റ്റർ വിജയകൃഷ്ണൻ, ഇത്തരം സിറ്റുവേഷൻ നേരിടാൻ സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്. അവരുടെ ഒളിവ് സങ്കേതം എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കണ്ടുപിടിക്കണം. ശ്രമിക്കാം സർ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് അത് പറയൂ. ഇത്തരം ഒരു സാഹചര്യത്തില് വലിയൊരു ഗ്രൂപ്പ് അറ്റാക്കിനേക്കാൾ നല്ലത് ഗറില്ല ഓപ്പറേഷൻ തന്നെയാണ് സർ. മിസ്റ്റർ വിജയകൃഷ്ണൻ അല്ലാതെ ഗറില്ല ഓപ്പറേഷൻ ട്രെയിനിങ് ലഭിച്ചവർ ഇവിടെ ആരും ഇല്ലെന്നറിയാം സർ. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയം ഇനിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ മിലിറ്ററി വിങ്ങിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചൊരു 4 പേരെ നമുക്ക് വിട്ടുകിട്ടണം സർ. അത് ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്ഷീണവും വരില്ല.
അത് വേണം സാർ. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. അടച്ച വാതിൽ തള്ളി തുറന്നകത്ത് കയറിയതാ. ഇതി മനസമാധാനത്തോടുകൂടി ഇവിടെ ഇരുത്തൂല. ഇതാ പറഞ്ഞത്, കള്ളന് പോലീസിനും മരണം ഒരുപോലെ തന്നെയാ. നായരേട്ടൻ പറഞ്ഞ വളരെ ശരിയാ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ലവ്ലാൻഡിൽ ജോലി ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ പത്രപരസ്യം കണ്ട് ഇന്റർവ്യൂവിന് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തുവരാൻ ഞങ്ങളും. ഇനിയിപ്പൊ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? എല്ലാരും പെട്ടുപോയില്ലേ? ഇനി ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് നമ്മളെ വെളിയിൽ വിടുവോന്നാ സംശയം. അല്ലെങ്കിൽ നമ്മളെ വരണം മന്ത്രി അടക്കം അകത്ത് എടുക്കുമ്പോഴാണ് അവന്റെ ഒരു തടവിലായ മന്ത്രിക്ക് ഇനി നാട്ടിൽ ചെന്നാൽ എന്ത് വിലയാണാവോ? ഈ ഒരൊറ്റ കാരണം മതി മന്ത്രിസഭ താഴെ പോവാൻ. ഇത്തരം തിക്താനുഭവങ്ങൾ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കഷ്ടതകൾ അനുഭവിച്ചാലേ നവനവങ്ങളായ സൃഷ്ടികൾക്ക് ജന്മം നൽകാനാവൂ. അതെ, ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടല്ലേ തന്റെ നവ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സുഖം തന്നല്ലേ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും ശരിയാ ചെയ്യുന്നത്. ഈ ഞാനും. കൂട്ടത്തിന് രാവിലെ ഡെഡ് ബോഡി തെരുവിലെത്തി. നാടോട്ട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. സ്ഥലം അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? എന്തെങ്കിലും വിവരം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും. ഇപ്പോഴെങ്കിലും അമ്മയെന്ന് വിളിച്ചോളൂ. അരുത് കുഞ്ഞെ, കുഞ്ഞെ അരുത്, പ്ലീസ് കുഞ്ഞെ അരുത്. ഇക്കണക്കിന് പോയാൽ നമ്മൾ ആരും രക്ഷിക്കാനായി ചെല്ലേണ്ടി വരില്ല. മിനിസ്റ്ററോട് മറുപടി പറയേണ്ടത് ഞാനാ. ഭരണക്കസേരയുടെ കാലുറപ്പിക്കാൻ വേണ്ടി ചാവേറ പിടകളെ പോലെ വളർത്തിയെടുത്തല്ലേ ഗ്രൂപ്പിലേക്ക്. എന്നിട്ടിപ്പോ മിസ്റ്റർ വിജയകൃഷ്ണൻ, നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതാ എനിക്കറിയേണ്ടത്. യാതൊരു തുമ്പും കിട്ടാതെ ഓടി ചെന്നവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും എനിക്കില്ല. വിജയകൃഷ്ണൻ, സോറി സാർ. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടേണ്ട രുദ്രംപിള്ള? അതറിയാമായിരുന്നു നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരുമായിരുന്നു. ഞാനെന്റെ സെറ്റ് കൊണ്ടുവരാനും മറന്നു. ചേവൻ സെറ്റാ? വയർലെസ് സെറ്റ്. വെടിവെക്കരുതേ, വെടിവെക്കരുതേ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്ന് മൂത്രം ഒഴിച്ചാൽ കൊള്ളാം. ഒഴിച്ചു കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോകണമെന്നില്ല. എന്നാലും പോവാ. ചേട്ടാ, ആൾക്കാരെ തെരഞ്ഞു പിടിച്ചാലോ കൊല്ലണം. ഞങ്ങളെ കൊല്ലാൻ കൊണ്ടോണേ. ഞങ്ങളെ തട്ടി ഒന്നും കിട്ടൂല. എന്നെ തോക്കേട്ടാ. ഞങ്ങളെ ഇതൊക്കെ ഇവര് പ്രശ്നക്കാരാ. ഇത് ഞാനാ, രുദ്രംപിള്ള. എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിലേക്ക് വയർലെസ് മെസ്സേജ് കൊടുക്കണം സാർ. ഈ തോക്കൊന്ന് പിടിച്ച് ഞാൻ പോയി വേഷം ഒന്ന് മാറി, അല്ലെങ്കിൽ അവന്മാർക്ക് സംശയം തോന്നും.
എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ലെന്ന്. നീലഗിരി കുന്നുകളുടെ വടക്കേറ്റത്തുള്ള കാടുകൾക്കുള്ളിൽ അവിടെ ഒരു ദ്വീപുണ്ട്. അവിടെയാണ് അവരുടെ സങ്കേതം. ഇനി സമയം വൈകണ്ട സർ. മിലിറ്ററി ഓഫീസേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. സർ. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ.
ഞാൻ പറയാതെ ആരും പുറത്തേക്ക് വരരുത് പ്ലീസ്. പ്ലീസ് വേഗം. ആ മുറിയിലേക്ക് പോകൂ. ഞാൻ പറയാതെ ആരും പുറത്തേക്ക് വരരുത്. ഒന്നും പറ്റില്ലല്ലോ. കഴിച്ചിലായി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ലോ. ദിസ് ഇസ് മൈ ഡ്യൂട്ടി. അത് സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. ഞാൻ ഇവിടെ ഒരു സങ്കടം കൊണ്ട് വരിക. റിട്ടയർമെന്റിന് മുമ്പ് ആ 2 കള്ളന്മാരെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്റെ ഈശ്വര, നീ അവരെ ഏത് പാതാളത്തിലാണോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതോർത്ത് സങ്കടപ്പെടേണ്ട രുദ്രംപിള്ളേ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഡാനിയലേ, നീ എന്റെ മാനം കൊണ്ടുപോകാൻ മാർഗരറ്റ് വല്യമ്മേ. ജയിക്കൂടാ.